ജോയിച്ചേട്ടൻ വിളിക്കാത്തതുകൊണ്ട് അതായത് വേദിയിലേക്ക് വിളിക്കാത്തത് കൊണ്ട് വിഷമിച്ച് പോവാണോ ചെയ്ത്, അതോ വിളിച്ചേയില്ല ഇറങ്ങിപ്പോവും അല്ലേ? അതിപ്പോ നോർമലി അങ്ങനല്ലേ. ഇപ്പൊ നമ്മളെ ഒരു സ്ഥലത്തേക്ക് അതിഥിയായിട്ട് വിളിച്ചിട്ട് നമുക്ക് പേഴ്സണൽ അല്ലേ നമ്മളെ നാച്ചുറലി നമ്മൾ ഇറങ്ങി പോകത്തില്ല, ഭയങ്കര ഇൻസൾട്ട് ഫീൽ വരും. അങ്ങനെ ഇറങ്ങിപ്പോയി. പിന്നെ ഇത് അപ്പൊ ഇത് രമേശ് പിഷാരടി അറിയുന്നില്ല, അറിഞ്ഞിട്ടില്ല ഒരാളെ അയാൾ അവിടെ ഇരിക്കുന്ന ഇന്നാ അറിഞ്ഞൂടെ അവതാരകനായ. അതല്ല ഞാൻ ചോദിക്കുന്നത്, അതായത് ഇന്ന പോലെ വിഷമിച്ച് ഇറങ്ങിപ്പോയി. പുള്ളി ഭയങ്കര ഷൗട്ടൊക്കെ ചെയ്തു, അല്ലെങ്കിൽ ബഹളമൊക്കെ വെച്ചതിന് ശേഷം പിന്നീട് CM ഓഫീസിൽ നിന്ന് വരെ വിളിച്ചിട്ട് അത് ചെയ്തതാണ്. CPM അനുഭവം കൂടിയാണല്ലോ ജോർജ് കോൺഗ്രസ്സുകാരനാണ്. ഇത് കോൺഗ്രസ് വേദിയിൽ അന്നത്തെ ദിവസം നടന്ന ഒരു ഇൻസിഡന്റിനെ അതൊരു ഭയങ്കര അച്ഛൻ ഭയങ്കര കോൺഗ്രസ്സുകാരനാണ്. കോൺഗ്രസ്സുകാർ ഇത്രയും ആക്ഷേപിച്ച് ഇത്രയും തെറി വിളിച്ച് അങ്ങനെ CPM ആക്കി മാറ്റിയതാണ്. ഞാൻ അയാളായിട്ട് നല്ല അടുപ്പമുള്ള ഒരാളാണല്ലോ. അയാള് ഉള്ളിൽ തട്ടിയ നല്ല കോൺഗ്രസ്സുകാരനാണ്, അയാളുടെ ഫാമിലി നല്ല കോൺഗ്രസ്സുകാരാണ്. പക്ഷെ കുഴപ്പം പറ്റിയത് പുള്ളി വണ്ടിയിലിരുന്ന സമയത്ത് അന്നത്തെ വിഷയത്തില് പുള്ളി വണ്ടിയിലിരുന്നപ്പോൾ പുറത്ത് സുഖമില്ലാതെ കുറെ ആരും സാറാ അവർ സമരക്കാരത്ത് പോയി സംസാരിക്കും, ഞങ്ങൾക്ക് സുഖമില്ല, ഹോസ്പിറ്റലിൽ പോകണം, അത് പറയാൻ വേണ്ടിയിട്ട് ഇറങ്ങിപ്പോയ ഒരാളാണ് പുള്ളി.